മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ക്രൗഡ് പുള്ളിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ആക്ടറാണ് നസ്ലൻ. നസ്ലന്റെ അവസാനം ഇറങ്ങിയ 4 സിനിമകളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്കൊന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് ഫ്രം പ്രേമലു. കഴിഞ്ഞ 10-15 വർഷത്തിനിടയ്ക്ക് മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് റോം കോം സിനിമയാണ് പ്രേമലു. 136.25 കോടി രൂപയാണ് പ്രേമലു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ട് ചെയ്തത്. ഇത് നസ്ലന്റെ ഫിലിമോഗ്രഫിയിലെ തന്നെ ഏറ്റവും വലിയൊരു ഗ്രോത്ത് ആയിരുന്നു. പ്രേമലുവിന് ശേഷം നസ്ലിന്റെ അടുത്ത സിനിമയായിട്ടുള്ള ഐ എം കാതലൻ പക്ഷേ തിയേറ്ററിൽ അധികം വർക്കായിട്ടുണ്ടായിരുന്നില്ല. 5.5 കോടി രൂപ മാത്രമാണ് തിയേറ്ററിൽ നിന്നും ഈ ഒരു സിനിമ കളക്ട് ചെയ്തത്. ഒരു പക്ഷേ നസ്ലന്റെ കരിയറിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് കളക്ഷൻ ഇതായിരിക്കും. അതിനുശേഷം വന്നത് ആലപ്പുഴ ജിംഖാനാണ്. ഓണം റിലീസ് ആയതുകൊണ്ട് തന്നെ ഒരു ഫെസ്റ്റിവൽ ഡേ അഡ്വാൻറ്റേജ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. 69 കോടി രൂപയായിരുന്നു ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ. കൂടാതെ ഖാലിദ് റഹ്മാന്റെ തല്ലുമാലയ്ക്ക് ശേഷം വരുന്ന ഒരു സിനിമ എന്നൊരു ഹൈപ്പ് കൂടെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ ഇപ്പൊ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ലോക തന്നെയാണ്. 294 കോടി രൂപയാണ് ഈ സിനിമ ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫൈനൽ എമൗണ്ട് നമുക്കിപ്പോൾ പ്രഡിക്റ്റബിൾ അല്ല, കാരണം ഇപ്പോഴും ബോക്സ് ഓഫീസിൽ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ലോക. സോ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 505 കോടി രൂപയാണ് വെറും 4 സിനിമകൾ കൊണ്ട് മാത്രം നസ്ലൻ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇവിടെ വർഷങ്ങളായിട്ട് അഭിനയിക്കുന്ന പല ആക്ടേഴ്സിനും പറ്റാത്തൊരു കാര്യമാണ് നസ്ലൻ വെറും 4 സിനിമകൾ കൊണ്ട് ചെയ്തത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് ഉറപ്പെടുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനും പരിഗണിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.